I love India. Kateho. I love India. Number one. Bye. See you. Well, See you. See you. I love you. Soon. 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 Okay, my friend. Soon. പിടിച്ചാ ക്യാമറ പിടിച്ചാ ബാഗിലില്ലേ Okay. Do you know Cristiano Ronaldo? There. Who is that? Rotate. Okay. Who is that? Cristiano Ronaldo. Cristiano. Cristiano Ronaldo. Ronaldo. Who is that? Weekend. Who? Look here. Look here. Stand like this. Stand. This way. This way. This way. This This way. This way. That no, not like that. This way. This way. Shoo. Once again. This way. This way. Soo. See you. My friend, good luck. I love you. Okay, my friend. This is Lionel Messi. Let me see. Huh? Lionel Messi. Okay. Like this. Lionel Messi. Let me see. Argentina famous football player. International player. Do you like football? Do you like football? What get? Oh, Cristiano and Lionel Messi are the famous international football players. Okay. Okay, see you. Bye. My friend. Once again. Okay. Soo. Take photo. Take photo. എടുത്തോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ വിസിറ്റ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതായത് ജെംസ് ഡിസ്കവറി പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ പോയി കണ്ടു നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൈനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോകട്ടോ, വണ്ടി പോവാണ് കാണിച്ചു കൊടുത്താൽ. ഇങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോകാം കേട്ടോ. ഒരു ഗുഹൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഇതെന്താ പ്രേതാലയം. മൈനിങ്ങിന്റെ പരിപാടിയൊക്കെ അവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മൈനിങ് എങ്ങനെയാ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതിന് തോന്നുന്നുണ്ട് അറിയില്ല. നല്ല കല്ലുകളാട്ടോ അതൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് മൈൻ ചെയ്താണ്ട് കിട്ടണത്. ഇവിടുന്ന് റിങ് വാങ്ങണം എനിക്ക്. ഇവിടുന്ന് റിങ് വാങ്ങി ഞാൻ എൻ്റെ പെരടക്കം വിറ്റ് പോരേണ്ടി വരും നാട്ടിൽ നിന്ന്. ഓരോ ആഗ്രഹങ്ങളാണ് ഒരുപാട്. നമ്മൾ നിലമ്പൂർ പാട്ടൊന്ന് റിങ് വാങ്ങി തരാം കേട്ടോ. നിലമ്പൂർ പാട്ട് വെച്ചോ. ഇവിടെ അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. അതിൻ്റെ ചരിത്രങ്ങൾ ഇവിടെ നമ്മളെ മുന്നിൽ ഈ വണ്ടീൻ്റെ മുന്നിലത്തെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ഇതെന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തെത്തി. ഓ എന്താ രസം. മൈനിങ് എങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാക്കണേ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇതാക്കണേ നമുക്ക് കാണിച്ചു തരണേ കേട്ടോ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എന്ത് രസമായിട്ടാണ് അത് ചെയ്തിക്കണേ. അടിപൊളി. ആനിമേഷൻ മതി. മൈനിങ്ങിൻ്റെ ഓരോ പ്രോസസ്സ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഓരോ ജോലിക്കാർ ജോലി ചെയ്താണ്ടൊക്കെ ഇത് മൈനിങ് നടത്തുന്നതിൻ്റെ ഒരു ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടോ. KGF തന്നെ ഒരു മിനി KGF ലെവലിലാണ് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക്. മൈനിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്താ രസം. അങ്ങനെ മൈൻ ചെയ്തെടുത്ത കല്ലുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതൊരു മൈൻ ചെയ്തെടുത്ത കല്ലുകൾ. മൈൻ ചെയ്യുന്ന രാജ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ തന്നിരിക്കുന്നത് അവിടെ. ആ മൈൻ ചെയ്ത് കിട്ടണ സാധനം കേട്ടോ അത്. ഓ എന്താ രസല്ലേ. മൈൻ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയതെന്നാണ് പറഞ്ഞോ.
എങ്ങനെ ചെയ്യണ പ്രൊസീജിയേഴ്സാണ് കാണിച്ചു തരുന്നത്. ഡയമണ്ട് ആണ്, റേഡിയന്റ് ആക്കണ എമറാൾഡ് നോക്കിയാ മോതിരം നോക്കിയാ ഓരോ ഓർണമെന്റ്സ് ആക്കി മാറ്റിയിട്ട്. നോ, യു ക്യാൻ ബൈ ഫ്രം നിലമ്പൂർ പാട്ടുത്സവം. ഓക്കെ, നോട്ട് ഫ്രം ഹിയർ. ഓ എന്താ രസല്ലേ. വാങ്ങണോ? വാങ്ങാൻ. ഞാൻ അംബാനിന്റെ മകനല്ല. ഇത് മതി അല്ലേ? അടുത്ത പ്രൊസീജിയർ കേട്ടോ. എന്താ രസം. ഇത് സെറ്റ് ചെയ്ത് കാണാനാ രസം കേട്ടോ. അടിപൊളി. അതായത് തായ്ലൻഡിന് മൈനിങ്ങിൽ നല്ലൊരു പാരമ്പര്യം ഉണ്ട് എന്നപ്പോൾ അവിടെ പറഞ്ഞു കേട്ടോ. അവിടെ ഏട്ട ഇരുന്ന് മേടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് കേൾക്കണത്. ഏട്ട് എന്താണ് ഈ മേടിന്? ആ ഇങ്ങോട്ടോക്കെ സ്വർണ്ണാക്കി. എടുത്ത സ്വർണ്ണ കേട്ടോ. അതൊക്കെ അങ്ങനെ കാണിച്ചു തരാണ്. ഓരോ വിലപിടിപ്പുള്ള സ്റ്റോണുകളാട്ടത്. അവരിവിടെ ഷോക്കേസ് ചെയ്ത വിലപിടിപ്പുള്ള സ്റ്റോണുകളാണ് വെച്ചിരിക്കുന്നത്. അതായത് ഓരോ സ്റ്റോണും എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഈ താത്തക്കൂടെ കാര്യമായിട്ട് എന്തോ പണി കേട്ടോ. അതുകൊണ്ടൊക്കെ മോതിരം ഉണ്ടാക്കുക അല്ലേ? മോതിരാണത്. മോതിരം തന്നെയാണത്. കാക്കാ ഒരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം ചെയ്ത് വെച്ചാട്ടോ. അത് ഇത് അല്ലേ? ഇവിടെ നമുക്ക് 49,000 ബാത്ത്, ലക്ഷക്കണക്കിന് പൈസ കിട്ടും ബാത്ത്. അപ്പോൾ എന്താ വെച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ അവനാൻ്റെ പെണ്ണുങ്ങളെ ഒക്കെ സ്ത്രീകളെ ഈ വൈക്ക് അടുപ്പിക്കാനാണ് നമുക്ക് നല്ലത്. അപ്പോൾ അത് കറക്റ്റും ബെറ്റർ. നമ്മളെ ആരോഗ്യത്തിനും അതുപോലെ സാമ്പത്തിക ഭദ്രതക്കൊക്കെ നല്ലത് സ്ത്രീകൾ ഈ വൈക്ക് കൊണ്ടുവരാം. ഇപ്പം ഞാൻ തന്നെ ഇപ്പം കൊണ്ടുവന്ന് കുടുങ്ങി കണ്ണിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാമറ കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടാണ്. അപ്പോൾ പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. ഞാൻ തട്ടിന്നിട്ട് ഈ നടുവ് കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ. കാരണം 2 സൈഡിലാണ് സാധനം ഉള്ളത്. അത് നടുവ് കൂടെ ഇങ്ങനെ നടക്കണം. വാ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നടുവ് കൂടെ വാ. ഇതൊക്കെ വേണം പറഞ്ഞാലേ പൊടച്ച തമ്പുരാൻ. അപ്പം എന്താ വെച്ചാൽ ഇത് വില വെറുതെ അല്ല കേട്ടോ. കാരണം ഫുള്ള് റൂബി, എമറാൾഡ്, പിന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് എന്തൊക്കെ രത്നങ്ങളും പവിഴങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വില കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് യാത്രകൾ വരുന്നവർ ഈ ഒരു മ്യൂസിയം ഒഴിവാക്കുന്നതാവും എല്ലാവർക്കും സാമ്പത്തിക ഭദ്രതക്ക് നല്ലത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തായ്ലൻഡ് ജംസിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം. ഇവരെന്നെ മൈൻഡ് ചെയ്യുന്നുണ്ട്. രാജസ്ഥാനൊക്കെ പോലെ രാജസ്ഥാനിൽ പോയിട്ട് നമുക്ക് ഒരുപാട് ജെംസ് ഗാലറിയിൽ കിട്ടും. അതേപോലെ തായ്ലൻഡിലും മൈനിങ് സെന്റേഴ്സ് ഉണ്ട് അല്ലേ? അവിടുന്ന് ഇവർ മൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ആഭരണങ്ങളാണ്. കാണാനല്ല, അത് മേടിക്കാൻ പറ്റില്ല. ഭയങ്കര പൈസയാണ്, നല്ല പൈസയാണ്, ലക്ഷക്കണക്കിന് പൈസയാണ് ഓരോ സാധനത്തിനും. പക്ഷെ ബാസിലേക്ക് ഒന്ന് നെശോക്ക് വാങ്ങി കൊടുക്കണം. അരെ ഞാൻ പോളെന്താ കാട്ടിയാരോ, 2 സൈഡിലും പോകാതെ നടുവ് കൂടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടപ്പിക്കാണ്. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ടും കൂടെ കണ്ടുപോകുക. അതിൽ എന്നിട്ട് ഫോണൊക്കെ കൊടുത്ത് എന്റെ വ്ളോഗ് എടുത്തോണ്ടായിരുന്നു. അത് കുറെ ഏരിയപ്പോ അങ്ങനെ കവർ ചെയ്ത് പോകുന്നു. ഇനി കുറച്ചുകൂടി ഉള്ളു, അതുകൂടി വേഗം കവർ ചെയ്യട്ടെ. എവിടെ ബാഗോ? ഒരു ഇത്ര വലിയ മോതിരത്തിന് ഇജാതി വിലയാണെങ്കിൽ ബാഗിന് എന്തേക്കാരോ വാങ്ങിക്കൊടുക്കി. എന്റെ വല്യപ്പാന്റെ പേര് അംബാനി എന്നല്ല കേട്ടോ, അയ്യോ പറഞ്ഞുതരാം. എന്താ രസല്ലേ തിളക്കം നോക്കിയാ. നമുക്കോ റേഷൻ കട പറഞ്ഞ് മണ്ണെണ്ണ വാങ്ങണോ? സദേവാ
വിരലമ്മളെ കെട്ട് കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെ ആര് 30,000 30,000 പറയും. 3,06,000 ബാത്ത്. 3,06,000 ബാത്ത് പറഞ്ഞാൽ നാട്ടിലത്തെ എത്ര രൂപ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. 3,06,000 ബാത്ത്. ഒരു ബാത്ത് 8,10,900. 8,10,900 റുപ്യാണ് ഒരാനക്ക്. സ്വർണ്ണക്കാരല്ലേ? സ്വർണ്ണം ഉണ്ട്, വേറെ എന്തൊക്കെ ഉണ്ടല്ലേ കൂടെ. ഏതൊക്കെ രത്നങ്ങളൊക്കെ പതിച്ചിക്കണേ. അല്ലാതെ ഇത്ര വില വരില്ലല്ലോ. ഈ ആനക്ക് ഒന്ന് പെരിയോട് വാങ്ങി കൊണ്ടുവച്ചാണ്ടല്ലോ. എന്താണ് മെല്ലടെ വെച്ചാണ്ട് ഇതിനെത്ര ഭാഗത്ത് നോക്ക്. പൊന്നാര മകളെ, ഇതൊക്കെ നമ്മളെ നാട്ടില് 59 119 ഭാഗത്തോ. ഇതെന്താണ് എന്തൊക്കെയാ ചോദിച്ചു കേട്ടോ. 2 ദിവസം കൊണ്ട് കുറച്ചൊക്കെ തായ്ലൻഡ് ഭാഷ പഠിച്ചിക്കണേ. എന്തൊക്കെയാ പിടിച്ചിക്കാലൊക്കെ അത് വെച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കണ്ട് ബോസ്. ഓയ് ഞാൻ വരൂല, ഞാനാ വയ്ക്കില്ല. എന്താണ് അതിനെത്ര ഭാഗത്താ? You're from China. Thailand? China? Oh. Baby, yo. Yeah. Yay. 知道了，我们走了，拜拜。Okay, bye bye. കൊച്ചുണ്ണി വ്ളോഗിന്റെ 3ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ നമ്മളെ ട്രിപ്പിന്റെ 3ാമത്തെ ഡേ ആണെന്ന്. ഇന്നത്തെ നമ്മളെ പരിപാടികൾ പ്ലാനുകൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോ ജെംസ് ഗാലറി കണ്ടല്ലോ. ജെംസ് ഗാലറി കണ്ടു, അടിപൊളി, സൂപ്പർ. അത് കഴിഞ്ഞ അടുത്ത് ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. അടുത്ത ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മളെ കാശ്മീരിലേക്ക് പോലെ കാശ്മീരിലേക്കാളും അറിയില്ല, നോക്കണം, കണ്ടാലേ അറിയുള്ളൂ. ഓക്കെ. പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മള് നേരെ തിരിച്ച് ബാങ്കോക്കിലേക്ക്. ബാങ്കോക്കിൽ നമുക്ക് ഇന്ന് ഡിന്നർ ക്രൂയിസ് എക്സ്പീരിയൻസ് ചെയ്യാം. ഓ, ക്രൂയിസ് കപ്പലാണോ? ഡിന്നർ ക്രൂയിസ്. ഈ സായൽക്കാരൻ്റെ ഇവിടെ ഒരു തമാശക്കാരൻ തന്നെ. ഇതൊന്നും നമ്മളോട് പറയാതെ ഓരോ പ്ലാനുകൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ സർപ്രൈസോട് സർപ്രൈസ്, ഭയങ്കര ഇതായിട്ട് അല്ലേ. അപ്പൊ നമ്മള് ഗോൾഡൻ പാലസിന്റെ ഇതിലാണ് നമ്മൾ ഈ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ടൊക്കെ ഇന്റർനാഷണൽ ട്രിപ്പുകൾ ചെയ്യലുണ്ട്? ഗോൾഡൻ പാലസ് നമ്മള് ദുബായ് ഓഫീസ് ഉണ്ട്. അപ്പൊ ദുബായ് ഓഫീസ് നമ്മള് ഓൾ ഓവർ ദ വേൾഡ് ദുബായ് മല്ലൂസിനൊക്കെ അവിടെ ഓഫീസുമായി ബന്ധപ്പെടാം. അതെ, അസർബൈജാൻ, ജോർജിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കി എല്ലാം ആ പാക്കേജ് ഒക്കെ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള തായ്ലൻഡ്, വിയറ്റ്നാം, മലേഷ്യ, സിംഗപ്പൂർ, ഇന്റർനാഷണൽ അങ്ങനെ ചെയ്യും. പിന്നെ അതേപോലെ നമ്മള് നോർത്ത് സൈഡ് ഒക്കെ ചെയ്യൂലേ? നോർത്ത് നമ്മൾ കശ്മീർ സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ അതെ. അപ്പോൾ നോർത്തിന്റെ കാര്യത്തിൽ കശ്മീർ പാക്കേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ പാലസുമായി ബന്ധപ്പെടാം. കാരണം അബുക്ക എക്സ്പെർട്ട് ആണ്. ഞാൻ കാണുന്ന അന്ന് മുതൽ അബുക്ക കശ്മീരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നമ്മളവിടെ പോയ സമയത്തൊക്കെ അല്ലേ നമ്മളവിടെ മീറ്റ് ചെയ്തില്ലേ, അബുക്ക ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കശ്മീരുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പാക്കേജിനും നിങ്ങൾക്ക് ഗോൾഡൻ പാലസുമായി ബന്ധപ്പെടാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളൊരു പ്ലാനുകളും കാര്യങ്ങളൊക്കെ. സൈൽക്ക ക്രൂയിസ് കപ്പലിനാണ്. വലിയ കപ്പലാ ചെറുത്? നമ്മൾ ഈ സിനിമയിലെ കാണുന്ന പോലെ വലിയ കുറെ ആ ഒരു ലെവലില് ആ ക്രൂയിസ് അല്ല. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ കണ്ടറിയാം. ഇവിടുത്തെ ടുക് ടുക് ഭയങ്കര ഫേമസ് ആണല്ലോ. ആണോ? ടോക്കിയോ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ടുക് ടുക്. അതാണ് നിങ്ങൾ ടുക് ടുക് എന്ന് പറയുന്നല്ലേ? ഓക്കെ. അത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? അതേപോലെ നമുക്ക് എടുക്കാം. റെന്റ് ഔട്ട് ചെയ്ത് എടുക്കാം അല്ലേ? ചോദിച്ചാ ഓടിക്കാം. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. വേറെ എന്തൊക്കെയാണ് ഇന്ന് പ്ലാൻ? സ്പെഷ്യലായിട്ട് ഇതേമാതിരി സർപ്രൈസുകൾ എന്തെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ? ശരിയാണോ അല്ലേ? സർപ്രൈസ് ഇപ്പം ഇതിൽ പറഞ്ഞാൽ സർപ്രൈസ് പൊളിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കൾ നമ്മൾ സർപ്രൈസ് ആയിരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഇതിൽ ഒന്നും പറയണില്ല. അപ്പം നമ്മൾ ഇതേപോലെ ലക്കിയുടെ വിഷ്വൽസുമായി കൊച്ചുണ്ണി വ്ളോഗ്സ് അല്ലേ? കൊച്ചുണ്ണി ഇത് അതുകൊണ്ട് നമ്മൾ കൊച്ചുണ്ണി വ്ളോഗ് ഇവിടുന്ന് നാട്ടിൽ കത്തോളം നമ്മൾ കൊച്ചുണ്ണി വ്ളോഗ്സ് കേട്ടോ. കൊച്ചുണ്ണിന്റെ പെണ്ണുങ്ങളുണ്ട് അവിടെ. നിങ്ങൾ ഇവിടുന്ന് ബാഗ് വാങ്ങിയോ? എന്താ ചെയ്തിരിക്കണേ? ഏൽപ്പിച്ചോ?
ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. 2-3 രത്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പതിപ്പിച്ച് ഒരു സാധനം ഉണ്ടാക്കാൻ ഓർഡർ കുഴിച്ചെടുക്കണം എന്നാണ്. പുതിയ കുഴിച്ചെടുക്കണം. അപ്പൊ മൂപ്പത്തേര് കൊടുത്ത സാധനങ്ങൾ ഇവിടെ ഇല്ല. അപ്പൊ നിലവില് സാധാ രത്നങ്ങളും കാര്യങ്ങളും നല്ല പറഞ്ഞിരിക്കണത്. അപ്പൊ അതുപോലെ കുഴിച്ചെടുത്ത് അടുത്ത വരെ വരുമ്പോ അല്ലേ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ സൈഡ് ബാഗ് ആണോ? മോതിരാണ് പറയണത്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ പിന്നെ 4 ലക്ഷം ബാത്ത് വരുന്ന ഒരു മോതിരാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ അടുത്ത തായ്ലൻഡ് ട്രിപ്പിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരും. നല്ലോ ബാക്ക് പോവോ എന്നിട്ട് ഞാൻ പറയുന്നിടത്ത് കൂടെ നടന്നു തരണം കേട്ടോ. നല്ല വീഡിയോ എടുത്തു തരാം. കുറച്ചുകൂടി ബാക്ക് പോവാം. അപ്പോൾ പോട്ടെ ഇനി ഈ സൈഡിക്ക് റൈറ്റിക്ക് ഓക്കെ. ഇനി ഇങ്ങോട്ട് മുന്നിക്ക് മോട്ടറാക്കി വിട്ടാ കേട്ടോ. ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് തരാറുണ്ട്. റൈറ്റ് കൂടെ തന്നെ വാ. ഒന്നുകൂടി റൈറ്റിക്ക് ആ കമ്പിനോട് ചാരി. അതിൽ വാ നടന്ന് ഇങ്ങോട്ട് മുന്നിക്കോ ഇങ്ങോട്ട് വാ കമൺ വാ ബില്ലല്ലേ വാ അടിപൊളി വീഡിയോ, സൂപ്പർ വീഡിയോ കിട്ടി. നല്ല വീഡിയോ കിട്ടിയില്ലേ? പിന്നെന്താ പ്രശ്നം? എന്താണ് ഒരു വീഡിയോ എടുത്തെടുത്തപ്പോ അവൻ പ്രശ്നമായപ്പോ മേത്തക്ക് വെള്ളം ഈടി തെറ്റിയിട്ട് കേട്ടോ. തെറ്റിയോ? ഭയ്യാ പെണ്ണുകൾ തെറ്റി. നല്ല രസമല്ലേ സ്ഥലല്ലേ? എന്താണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ കേട്ടോ, 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. ഇത് കോമൺ സ്വിമ്മിംഗ് പൂളാണ്. ഹേയ് വെള്ളമില്ലാക്കിയ തീയൊന്നല്ലല്ലോ. കമോൺ കമോൺ ഗെറ്റ് അപ്പ്. ഞാൻ പോവാട്ടോ. പോരുന്നില്ലേ? എൻ്റെ ഒപ്പം പോരുന്നില്ലേ? വാ ഇല്ലാതോ? അതെന്ത് ടോക്കാണ്? ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം. ഈ പാട്ടൊക്കെ ഉണ്ടതാണ്ട്. അവന് കമ്മലിട്, അരിമുല്ല കഴുത്തിൽ ഏലസിട്, സുറുമ കണ്ണിനകൾ സൂര്യനിട്. വരുന്നുണ്ട് ആരാടാ ഹൂറി. ഫുള്ള് റാപ്പാണ്. ഞങ്ങളിനി ഫുള്ള് റാപ്പാണ്. ഇത് നടക്കൂല. താലിപ്പീലി പൊന്നും കെട്ടി മുത്താരക് മണിച്ചെറുക്കൻ. കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ, പൊള്ളല്ല പൊന്നെ നെഞ്ചകമാകെ. നമ്മള് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എത്തി. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പട്ടായ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പട്ടായ. നോക്കുമ്പോ 2 തായ്ലൻഡ് കുട്ടികൾ ഫുൾ ഫൈറ്റ്. അപ്പൊ ഞാൻ വല്ലപ്പോ ഫൈറ്റ് ചെയ്യാൻ പോണേ. ചിലപ്പോ പള്ളർച്ച് കിട്ടും. പോയ കേട്ടോ. എല്ലാം മനസ്സിലായ പോലെ നിന്നേക്കാം. ഓക്കെ മാഡം. ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ എൻട്രി ആയിട്ടത്. എന്റെ ഭാഷയൊക്കെ മാറിട്ടോ. തായ്ലൻഡിൽ 2 ദിവസം വന്നപ്പോ ഇതിന് നമ്മൾ എന്ത് സെയിം അല്ലയ്യ. ഭാഷയൊക്കെ മാറി. ഞാൻ വീട്ടിലൊക്കെ പോയി എങ്ങനെ കയറാം. ഇമ്മൂനെ അങ്ങനെ വിളിക്ക. ചോറ്
ആ ഇവിടെ ഉണ്ടോ ഇത് പിടിച്ചാ. അപ്പൊ ഗായ്സ് തായ് ഹെർബൽ ഇൻഹേലർ വാങ്ങാൻ പോവാണ് നമ്മള്. ഹെർബൽ ഇല്ലേ? ഉണ്ടോ ഇവിടെ ഉണ്ടോ? Madam, is Thai herbal inhaler is available here? Thai herbal inhaler. Don't have? Okay, fine. അബുക്ക അതല്ല അബുക്ക, അത് കണ്ട എനിക്കറിയാം, കുഴപ്പമില്ല. ബാങ്കോക്കിൽ ഉണ്ടാവുന്ന പറഞ്ഞ സാൽക്ക. തായ് ഹെർബൽ ഇൻഹേലർ എന്ന സാധനമുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തായ്ലാൻഡ് പട്ടായ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ. ഹേ മോളെ വാ വാ വാ, എന്താ ഇവിടെ? അപ്പം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രി ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വഴി ഏറ്റ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്കൊരു സാധനത്തെ നിൽക്കണേ. അതായത് ഇവിടെ വന്നാൽ അത് കാണിച്ചു കൊടുത്താൽ ഈ റെഡ് ആരോ മാർക്കാണ് നമുക്ക് ഉള്ളിലേക്കുള്ള വഴി. അപ്പം വഴി എറ്റാണെന്നില്ല ഈ റെഡ് ആരോ മാർക്ക് നോക്കി ഇങ്ങനെ പോയാൽ ഉള്ളിൽ കൂടെ കംപ്ലീറ്റ് കറങ്ങി പോരാ. പിന്നെ അതേമാതിരി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എക്സിറ്റിക്ക് തിരിച്ചെത്തണമെങ്കിൽ, കാരണം കണക്റ്റഡ് ആയതുകൊണ്ട് വഴി എറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എന്തുണ്ട്, ഒരു ഗ്രീൻ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊടുത്തിക്കണം. അപ്പോൾ അത് നോക്കി പോകാൻ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് വഴി എറ്റാക്കാൻ പറ്റും. കമോൺ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രി ഭാഗം കാര്യങ്ങളൊക്കെ കേട്ടോ. ഒന്നുമില്ല, ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. വളരെ ശ്രദ്ധിച്ചാണ് ആ പട്ടിക്കുട്ടികളൊക്കെ ഒരു കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രോഗ്രാമാട്ടത്. ഓലെ ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മാങ്ങേട്ടത്, അതായത് ഏറ്റവും ടേസ്റ്റ് ഇല്ല, എനിക്കിവിടെ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാങ്ങയാണ്. അപ്പോൾ ഒന്ന് വാങ്ങി വെക്കണ്ടോ? വൺ ടേക്ക് വൺ. ഹൗ മെനി ബാത്ത്? 50 baht. Can you give this for 50 baht? Give madam 50 baht. We are Indians, okay? 50 baht. Fixed rate. 60. Okay, take it. Thank you. Thank you. Okay, welcome. Hi. Hi. ഇവിടെ പിന്നെ എങ്ങനെ കേട്ടോ, ആരും കേൾക്കാല്ലെങ്കിൽ ഓരങ്ങനെ പാടും. ഇന്നലെ ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ പോയപ്പോഴൊക്കെ അങ്ങനെയാണ്. അതായത് പാടുന്നവരെ അങ്ങനെ ഇരുന്ന് പാടുക, ആരും കേൾക്കൊന്നുമില്ല, ആരും കേൾക്കാല്ല. ഞാൻ എന്നോട് പോകുന്നപ്പോൾ ഏൽപ്പിച്ച ഒരേ ഒരു സാധനം ഇനി തായ് ഹെർബൽ ഇൻഹേലർ, അത് നോക്കാനപ്പോൾ പോകണം കേട്ടോ. വാ, അവിടെ കൂടി ചോദിച്ചു നോക്കാം. ഇതാ ഈ ഫാർമസിയിലുണ്ടാവും, ഇങ്ങോട്ട് വാ. എടാ രാഹുൽ തായ് ഹെർബൽ ഇൻഹേലർ ഉണ്ടോ ചോദിക്കേ? മേഡം എവിടെ ഇവിടുത്തെ ആളോടെ? വാ കം
തായ് ഹെർബൽ ഇൻഹേലർ. ആ കിട്ടി. വാ. മാഡം ഹെർബൽ ഇൻഹേലർ. മാഡം ഹൗ മെനി റുപ്പീസ് ഫോർ ദിസ്? ആ പക്ഷെ ഇതിൻ്റെ വലുതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വലുത് എവിടെയില്ല, ചെറുതെങ്കിൽ ചെറുത്. ഓൻ പറഞ്ഞു വലുത് കിട്ടിയില്ലെങ്കിൽ ചെറുതെങ്കിലും 3 കൊണ്ടുപോകാറ്. ഇതിനുള്ളിൽ സാധനം സീൻ സാധനമാണ് അല്ലേ? അതാ മാഡം ഹൗ മെനി റുപ്പീസ് ഫോർ ദിസ്? ഇതിന് എത്ര ഭാഗത്താന്നുണ്ടാവുമല്ലോ? ചെറുതും ഉണ്ട് അല്ലേ? എന്താ ചെറുതും വലുതൊക്കെ ഉണ്ട്, ഒക്കെ സെയിമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇത്ര വലിയ ബോട്ടിൽ, പക്ഷെ അത് ഇവിടെ എവിടെയില്ല. ഇന്നലെ മുതലേ കിട്ടിയിട്ടോ. അതാണ് ഞാൻ ഏൽപ്പിച്ചത്. ഏൽപ്പിച്ച് ഇത്ര വലിയ ബോട്ടിലാണ്. അതിപ്പോൾ വന്ന 2 ദിവസമായിട്ട് തപ്പണ എവിടെയും കിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് കിട്ടിയത് വാങ്ങിയിട്ട്. കാരണം എന്താ വെച്ചാൽ അവന് പ്രോഗ്രാമിന് ഇതിനൊക്കെ പോകുമ്പോൾ ഈ ബ്രീത്തിങ്ങിൻ്റെ ഇഷ്യൂ ഭയങ്കരമായിട്ട് വരലുണ്ട്. അപ്പോൾ ഇത് കിട്ടിയാലും അവന് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ എന്നോട് പോകുന്നപ്പോൾ ആകെ പറഞ്ഞൊരു സാധനമാണ്, ഇതൊരു വലിയ ബോട്ടിലാണ് പറഞ്ഞത്, പക്ഷേ വലുത് കിട്ടാല്ല. അപ്പോൾ ചെറിയ ബോട്ടിൽ ഒരു 3 അവന് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഞാനും വാങ്ങിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടോ. ഇനി വാങ്ങാൻ സമയമല്ല. എന്നാൽ പെട്ടെന്ന് ചോദിച്ചു നോക്കുക എത്ര ഭാഗത്താണ്? Okay, last 200 baht. Can you give this for 200 baht? Then we will take this. 250 baht. No, 250. No, 200. രണ്ടെണ്ണം വേണ്ടേ? I want 2 chapels. We want 2 pieces. Give for 500 baht. No, 400 baht. We want 2 chapels. Why are you thinking like that, madam? Give it for 400 baht. Take. Two pieces for 500 baht, biggest discount ever. Can you give me 400 baht? We have only We have only 400 baht. Give it. please. 4 or more. We take 2 pieces. Why are you thinking? ഹലോ നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇതെന്താണ് പർച്ചേസ് ചെയ്തോ? ആർക്കൊക്കെ വാങ്ങി? കുട്ടിയാക്കും താത്താക്കും ഇമ്മമാർക്കും. ആർക്കൊക്കെ? കുട്ടിയാക്കും താത്താക്കും ഇമ്മമാർക്കും ഇപ്പാക്കും അളിയാക്കാക്കും എല്ലാവർക്കും വാങ്ങി. ഞാനൊരു പൊട്ട, ഞങ്ങളോട് പറഞ്ഞില്ല വാങ്ങാൻ. നമുക്കൊന്നുമില്ലല്ലോ അല്ലേ? നമ്മളൊരു പൊട്ടൻ അപ്പോഴും. അപ്പൊ ഞാനോ അനക്ക് ഇനി വെച്ച് വാങ്ങാൻ പോവല്ലേ? ഇത് വാങ്ങിയിട്ടില്ല. വാങ്ങൂലേ? ഞാൻ എന്താ വാങ്ങുക? ഞാൻ കാര്യം പറയട്ടെ, ട്രിപ്പ് പോകണേ നമ്മൾ പർച്ചേസ് ചെയ്യാനല്ല. നമ്മളെ പറ്റി എല്ലാവരോടും പറഞ്ഞോളൂ. എല്ലാവരും ഇജ്ജ് ഒരു കടയിൽ എത്ര വട്ടം കയറുന്നത്? ഒരു കടയിൽ കയറുന്ന സാധനം എടുത്ത് ഇറങ്ങുക. മൊത്തത്തിൽ ഇവിടെ ഈ കടയിൽ ഒരു 2-3 വട്ടം കയറിയിരിക്കണേ, ഒരു എടുക്കാൻ പോന്നിക്കണേ. ഓളെ കണ്ട ഒരു ചിരിച്ചാണ്. അതിനൊക്കെ ഡ്രസ്സ് എടുത്താൽ വെള്ളമാണ്. ആ വെള്ളം എടുത്താൽ നേരത്തെ എടുത്തേ. ഒന്നും നോക്കാം, റെഡ് പോലെ നോക്കാം, എടുത്തോ. എനിക്കിത് കഴിഞ്ഞിട്ടുമല്ലോ. പൊളിച്ച് ഇടണിന് മുമ്പ് തന്നെ സൂപ്പർ. പോ അടിപൊളി എടുത്തെടുത്തോ. ഒന്നും നോക്കാല. സൂപ്പർ എടുത്തെടുത്തോ. കൊടുക്കും. പാക്കപ്പ്. മാഡം ഹൗ മെനി റുപ്പീസ് ഫോർ ദിസ്? No 389. That is too much. 390, okay. Okay, this one for you. Special discount. Give special discount. No. And last time we come, you said that 300, but you will give this. Okay? For 300 baht. Okay, give 300 baht. Only one. She is my wife. Why oh, so beautiful. Oh, olive. You're a handsome man. ഇനി വേണമെങ്കിൽ ഒരു 350 എടുത്തോ.
സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ. ഇതിലുള്ള തായ്ലൻഡിലുള്ളവർക്കൊക്കെ എന്നെ പറ്റി തോന്നുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അടിപൊളി. കിട്ടിയില്ലേ? കൊടുത്താ ഞാൻ കൊടുത്താ. മാഡം കുടുങ്ങിക്കണ് കുറേ നേരമായിട്ട്. താങ്ക് യു മാഡം. ആക്കണേ മറ്റേ കുറക്കണുണ്ട് എടുത്താ. താങ്ക് യു മാഡം. സീ യു. വലിയൊരു പ്രശ്നങ്ങൾ തീർത്തു തന്നെ. വാ 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 മാഡം ഇവിടെ പണിക്കെടുത്തോ? ഏയ് ഏയ് നഷ്വ നഷ്വ കം കം വാ 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 വാ. വലിയൊരു പ്രശ്നത്തിനാണ് നമ്മളെ മാഡം പരിഹാരം കണ്ടിരിക്കുന്നത്. കുറേ നേരമായിട്ട് കണ്ട പീടി കൂടെ മുഴുവൻ കയറി കിടക്കാം. ആ ശരിയാണ്. യു ആർ വെരി ഗുഡ്. കം 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 ഫാസ്റ്റ് കം ഫാസ്റ്റ്. എങ്ങനെയുണ്ട് തായ്ലൻഡ് ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഇജ്ജതിന് ട്രിപ്പിനെക്കാളിലും എന്താ ചെയ്തിക്കണേ? കാണുമല്ലോ വിചാരിക്കട്ടെ, ഞാൻ ഫുൾ എനിക്ക് വേണ്ടിട്ടൊക്കെ വാങ്ങിക്കിട്ടത്. അപ്പോൾ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ പോവാട്ടോ ഫ്രം തായ്ലാൻഡ്. ഇവിടെ പച്ചവരോട്ടെ മോളെ. ആ പർച്ചേസ് ചെയ്തോ? എന്താ വാങ്ങി? 4 പേഴ്സ് വാങ്ങി. ഇവള് വാങ്ങിക്കണോ നോക്കി? Hey, 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 are you Malayali? No. I think you are a Malayali. No. Malayali, hey, you are a Malayali? Hey, hey, Malayali. Malayali. Thailand. Oh, sorry, sir. You are Malayali? Chandrakun. Oh, Chandrakun. Kaun sa ima? You are Malayali? Sabatika. അപ്പോൾ മലയാളീസ് അല്ലേ ഇവരൊന്നും? എൻ്റെ കൂടെ കുറേ മലയാളീസ് ഉണ്ടായല്ലോ. ഹനഷ്വാ. Hi vlogger. Can I take a selfie with you? No. Why? No, please get lost. ഇതിവിടെ നമ്മൾ പോകുന്ന വഴിക്ക് മൂത്രമൊഴിക്കാൻ നിർത്തിയൊരു സ്ഥലം കേട്ടോ. ഒരു പബ്ലിക് ടോയ്ലറ്റ് ആട്ടത്. അതായത് ഇവിടെ പോകുന്ന യാത്രക്കാരൊക്കെ മൂത്രമൊഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി. എന്താ ക്ലീന്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ എങ്ങനെ ഇക്കറാം നോക്കി. എന്താ ഭയങ്കര വൃത്തി. കാരണം പോകുന്ന വണ്ടിക്കാർ മുഴുവൻ ഇവിടെ നിർത്തി മൂത്രമൊഴിക്കണ പെയ്ഡൊന്നല്ലാത്തൊരു സ്ഥലമാണ്. അതിൻ്റെ വൃത്തി അത് അത്ര വൃത്തിയുള്ള ഏരിയ. ക്രൂയിസ് റൈഡ് അതിൽ ഡിന്നറൊക്കെ നൈന്നാണ്. ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളിതൊരു ക്രൂയിസ് റൈഡിലേക്കാണ് പോകുന്നത്. ആൽക്കഹോൾ കഴിക്കാം, വേറെ എന്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് പിന്നെ ആരും കഴിക്കാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഒരു അടിപൊളി ഡിന്നറാണ് നമുക്ക് ഇന്ന് കിട്ടാൻ പോണത്. ഓണല്ലേ? ഇന്ന് ക്രൂയിസിനാണ് ഫുഡ് വേണ്ടത്ര കഴിക്കാൻ നടക്കുന്നത്. പക്ഷെ ഫുഡ് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വയറ് നമ്മളത്തെ നല്ല കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. എന്താ ബുക്കാ? ഏത് ഇവിടെ ഈ അധികം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണ്ട, നേരെ നടക്ക്. വാ സ്ട്രൈറ്റ്, കം സ്ട്രൈറ്റ്. ഹേ കം സ്ട്രൈറ്റ്. അപ്പോൾ നമ്മൾ ക്രൂയിസിലേക്ക് കയറാൻ പോകട്ടോ. ഗേറ്റ് നമ്പർ 4 വഴി നമ്മൾ ക്രൂയിസിലേക്ക് കയറുന്നു. നമ്മൾ ആൾക്കാരെ നമ്മളിവിടുന്ന് കണ്ടുമുട്ടി. കയറല്ലേ? 7 മണിക്കാണ് ഫ്ലൈറ്റ് ഒക്കെ ലേറ്റ് ആയി പറഞ്ഞിട്ട് നമ്മളെ കപ്പൽ ലേറ്റ് ആണ്. അരമണിക്കൂർ നമ്മൾ നേരത്തെ എത്തി. അരമണിക്കൂർ ലേറ്റ് ആണ്. അപ്പോൾ 7 മണിക്ക് നമ്മളെ കപ്പൽ വരിക. അപ്പോൾ കപ്പൽ വരുമ്പോൾ നമുക്ക് എന്താ പരിപാടി? ജസ്റ്റ് മൂത്രമൊക്കെ പോയി മൂത്രമൊഴിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മാളിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് എനിക്ക് പർച്ചേസ് ചെയ്യാം. ഷാർപ്പ് 7 മണിക്ക് ഇവിടെ എത്താം. ഇവിടുത്തെ 7 മണി, നാട്ടിലത്തെ 7 മണി. നമസ്തേ, ഹായ്. ബാബാ നമ്മൾ ഇങ്ങോട്ടാ ബാബാ. അപ്പോൾ നമ്മളെ ടിക്കറ്റൊക്കെ കിട്ടി. ഇതാ ക്രൂസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു അല്ലേ അബുക? എന്താ പറയല്ലേ? ചാവോപ്രായ ഡിന്നർ ക്രൂസ്. അബുക പേര്? ചാവോപ്രായ ഡിന്നർ ക്രൂസിലാണുള്ളത്. ചാവോപ്രായ ഡിന്നർ അല്ല, റിവറിലാണ്. അതെ. അപ്പോൾ ചാവോപ്രായ പറഞ്ഞ റിവറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ക്രൂസിന്റെ പേര് ചാവോപ്രായ
പ്രിൻസസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്രൂസിന് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് വേറെ ക്രൂസിനല്ല, ഇത് ആ ക്രൂസ് തന്നെയല്ലേ? ആ 7. അപ്പോൾ ഇതിങ്ങനെ ഓരോ ബ്ലോക്ക് ആക്കിയാണ് തിരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നറിനൊക്കെ റെഡി ആക്കുകയാണ്. ഹേ മാഡം നമസ്തേ. നമ്മളതായ ആദ്യത്തെ മര്യാദകൾ കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ വരാം. ഇതെന്താണ് ക്യാൻഡിൽ ലൈറ്റോ? അമ്മേ ക്യാൻഡിൽ ഞങ്ങൾ നിക്കായുണ്ട് 1 മാസമായി. ആ താങ്ക് യു സാബാട്ടിക്ക. ഇല്ല ശരിക്കും അവിടെ ഒരാളും കൂടി അവിടെ വേണ്ടീനി. ഏപ്രിലായ വരും. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന കാരണം നിങ്ങൾക്ക് ആ സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ആ സീറ്റിലേക്ക് ഒരാൾ വരട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ വളരെ സ്വാലിയത്തായ ഒരു കുട്ടീനെ തന്നെ പടച്ചോ നിങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാട്ടെ. നിങ്ങളെല്ലാ തോന്നിയാസങ്ങൾക്കും കൂട്ടുവെക്കുന്ന അല്ല നല്ലൊരു കിട്ടട്ടെ, കിട്ടിയിക്കണ് അത് വരട്ടെ അല്ലേ. മനസ്സിന് ഉദ്ദേശിച്ച പോലെ തന്നെ അല്ല ഒരു ഭാര്യയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഈ ഒരു ട്രിപ്പ് നമുക്ക് ഒരു കുറവും വരുത്താതെ വളരെ അടിപൊളിയായിട്ട് ഗോൾഡൻ പാലസിന് വേണ്ടി ഫുള്ള് കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുക? അപ്പോൾ ഇനി ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ശീതീകരിച്ച ഈ ഒരു ക്രൂസിന്റെ മുകൾ തട്ടിൽ നമുക്ക് ഇതാ വന്ന സമയത്തില്ലേ കുടിക്കാൻ കുറച്ച് പച്ചവെള്ളം ഉണ്ട്. പച്ചവെള്ളത്തിന് ടേസ്റ്റ് തന്നെ. ചെറിയൊരു ക്ലോറിൻ ടേസ്റ്റ് ഉണ്ടോ? വേണ്ട ഞാൻ കുടിച്ചോട്ടാ. നമുക്കൊരു ടാങ്ക് നമ്മളൊക്കെ പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഓറഞ്ചിന്റെ ടാങ്ക് കലക്കിയ ഒരു വെള്ളം നമുക്കുണ്ട്. അപ്പോൾ ഒന്ന് കുടിച്ചോക്കാം. അപ്പൊ വെൽക്കം ഡ്രിങ്ക് നമ്മളെ എന്തിന്റെ ചോയാണ്? എന്തിന്റെ ചോയാണ് ഇത് നമ്മളെ വെൽക്കം ഡ്രിങ്കിന്റെ? പനിയൊക്കെ കൂടി അപ്പൊ ഒരു കഫ് സിറപ്പിന്റെ ചോയാണ് ഇതിനുള്ളത്. അപ്പൊ വെൽക്കം ഡ്രിങ്ക് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷെ ഇവിടുത്തെ വലിയ എന്തോ ഡ്രിങ്കാണ്. എന്താണ് എന്താന്നില്ല, എല്ലാരും കൈയെടുക്കുക, നമ്മളും കൈയെടുക്കുക. കാരണം തായിലാണ് പറയണൊക്കെ. കാണിച്ചു കൊടുക്ക്. അപ്പോൾ ബൊഫെ ഓപ്പൺ ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാവും കേട്ടോ. പ്ലേറ്റ് എടുക്കും, എനിക്കും പ്ലേറ്റ് എടുക്കും. ടൈറ്റാനിക്കത്തെ പാട്ടൊക്കെ എടുക്കണ്ടോ? ടൈറ്റാനിക്കത്തൊക്കെ പാട്ടൊക്കെ ഇട്ട് നിൽക്കണ്. അത് നേരെ പിടിക്ക്, ശരിക്കും പിടിച്ചു കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് വന്നു. കുറച്ചെടുത്തപ്പോൾ തന്നെ എൻ്റെ പ്ലേറ്റ് ഫുള്ളായി. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് പ്ലേറ്റ് ഫുള്ളായി. അപ്പം കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ വരും. അപ്പോൾ ഇതാണ് കേട്ടോ ക്രൂസിൻ്റെ ഫുഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് പാടി ഇങ്ങനത്തെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിഞ്ഞു. ഡെസേർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഐസ്ക്രീം. അവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട്. വയറ് ഫുള്ളായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഡെസേർട്ടൊക്കെ എങ്ങനെ ഉണ്ട്? സെറ്റല്ലേ? നമുക്ക് കഴിക്കാൻ കഴിയണ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളെ താഴത്തുള്ള ക്യാബിനിൽ കുറച്ച് വല്യപ്പന്മാരൊക്കെ ഫുൾ ഡാൻസ് ആണോ. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നാണ്. ഫുള്ളാണ് ഇവിടെ. ഈ മുട്ട വല്യപ്പൊക്കെ പെരുങ്ങളി. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നീലക്കുയിൽ മീഡിയ പോവാണ്. നമ്മളെ കുമാരേട്ടനൊക്കെ ഫുള്ളാണ് കേട്ടോ. പ്രായം മറന്ന് തുള്ളുന്നു. ഒരു വീഡിയോ എടുത്തു. നമ്മളെ കുമാരേട്ടനൊക്കെ ഫുള്ള്. കുമാരേട്ടാ വരി. ഞങ്ങളുടെ ടീം ഇതാണ്, ഞങ്ങൾ ഇവിടെ കളിക്കും.
कचड़ा काला कचड़ा बनैया റിട്ടയർഡ് ടീച്ചർമാരൊക്കെ ഫുൾ ഓണായി. പ്രായം മറന്ന് കളിക്കുന്നു സുഹൃത്തുക്കളെ. കുമാരേടനും അമ്മമാരും എല്ലാരും ഫുൾ കളി. All the Rajani fans, all the Siddhartha fans, all the Rajani fans, and the Siddhartha. Lungi dance, 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 dance, lungi dance. Lungi dance, 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 lungi dance. വരടാ, എങ്ങനെയുണ്ട് ഡാൻസ്? എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെ നിക്കാഹ് ഉണ്ടെന്ന് 1 മാസമായി. അപ്പൊ നമ്മള് ഏതായാലും കപ്പലിലുള്ളത്. അപ്പൊ ഒരു ചെറിയ ജാക്ക് റോസോ ആയി നോക്കാം കേട്ടോ. കഴിഞ്ഞ നോക്കിക്ക എടുത്തോ. 1 മന്ത് അല്ലേ? ജാക്ക് റോസും കാണേണ്ടത്. ഒറ്റക്ക് കളിക്കണോ?